മനുഷ്യന്റെ കണ്ണെ മൂടിക്കെട്ടാൻ പറ്റുള്ളൂ ആർക്കും, ദൈവത്തിന്റെ പറ്റില്ല. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതായിരുന്നു സത്യമെന്ന്? ഈശ്വരൻ കാണിച്ചു തന്നില്ലേ എല്ലാവർക്കും? അത് നല്ല പകൽ പോലെ. എന്നെ വേണ്ട കുടുംബത്തിൽ കിടക്കാനും കൂടെ കിടക്കാനുമെന്ന് പറഞ്ഞ് ആട്ടി അകറ്റി അവനൊപ്പം ഊരു ചുറ്റി നടപ്പായിരുന്നില്ലേ ഇവള്? ഇപ്പൊ എന്തായി? ചത്തും മലച്ച് ഇവിടെ അങ്ങനെ കിടക്കാനായില്ലേ? ദൈവമുണ്ട്, വിനോദിനൊപ്പം ദൈവമുണ്ട്. ചുറ്റും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകൾക്കിടയിൽ നിന്നത് ഒരു മരണവീടാണെന്നോ, മരിച്ചു കിടക്കുന്നത് കഴിഞ്ഞ് കുറച്ചേറെ വർഷങ്ങളായി തൻ്റെ ഭാര്യയായി ഇരിക്കുന്നവളാണെന്നോ ചിന്തിക്കാതെ ഉറക്കെ ഉറക്കെ ഓരോന്നും സംസാരിക്കുന്ന വിനോദിനെ നോക്കി നിന്നെല്ലാവരും. ഓൻ പറയണത് സത്യം തന്നെയാണ്. ഇവളെപ്പോഴും അവൻ്റെ കൂടെ തന്നെ ആയിരുന്നു പോക്കും വരവും. അതിന് രാത്രിയെന്നോ പകലെന്നോ നോട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ഓൻ്റെ കൂടെയുള്ള യാത്രയിൽ തന്നെ അവളങ്ങ് പോയില്ലേ? വേറെ ഏതോ വണ്ടി വന്നിവരുടെ ഓട്ടോയിൽ ഇടിച്ചതാണ്. ഓളപ്പോൾ തന്നെ പോയി. അവനെ കണ്ടില്ലേ നിങ്ങൾ? ദേ ആ വീടിൻ്റെ മൂലയിൽ കയ്യിലും തലയിലും എല്ലാം വെച്ച് കെട്ടിക്കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട് ആ ചെക്കൻ. വല്ലാത്ത ധൈര്യം തന്നെയാണ് അവന്. ഇവിടെ വന്നിങ്ങനെ ഇരിക്കാനും വേണം ഒരു തൻ്റെ ഇടം, അതും ആ പെണ്ണിനെ കൊണ്ടുപോയി കൊന്നിട്ട്. വിനോദിൻ്റെ വാക്കുകളെ ശരിവെച്ച് അയാളുടെ ചേച്ചി വിലാസിനി കൂടി സംസാരിച്ചതും എല്ലാവരുടെയും നോട്ടം വീടിൻ്റെ പുറത്തെ മൂലയിൽ ശരീരമാകെ വെച്ചുകെട്ടലുമായി കരഞ്ഞു വീർത്ത മുഖവുമായി ഇരിക്കുന്നവനിലേക്കായി. നവാസ്, ഓട്ടോ നവാസ്. ആ നാട്ടിലെ പരോപകാരിയാണ് എല്ലാവർക്കും അവൻ. സമയവും കാലവും നോക്കാതെ എപ്പോഴും എല്ലാവർക്കും വേണ്ടി ഓടിയെത്തുന്നവൻ, എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവൻ. എത്ര പെട്ടെന്നാണവൻ മറ്റുള്ളവർക്ക് മുന്നിൽ മോശക്കാരനായി തീർന്നത്! അത് മരിച്ച ആ പന്തലിൽ നിവർന്നു കിടക്കുന്നവളുടെ പേരിൽ. കരഞ്ഞു വീർത്ത കൺപോളകൾ ബലമായി തുറന്ന് വേച്ചു പോകുന്ന കാൽപാദങ്ങൾ പെറുക്കിവെച്ച് നവാസ് മെല്ലെ ആ പന്തലിനുള്ളിലേക്ക്, അവിടെ നാക്കിലയിൽ നീണ്ടു നിവർന്ന് എന്നേക്കുമായി കണ്ണടച്ച് കിടക്കുന്നവളുടെ അരികിലേക്കെത്തി. ചുറ്റുപാടും നടക്കുന്നതെല്ലാം കേട്ടൊരു ചിരിയോടെയാണ് അവളുടെ ആ കിടപ്പെന്ന് തോന്നിയവന്. ജീവിച്ചിരുന്നപ്പോഴും അവളുടെ ശീലം അതാണ്. തന്നെപ്പറ്റി മറ്റുള്ളവർ പറയുന്നതെല്ലാം ഒരു ചിരിയോടെ കേട്ടു നിൽക്കുന്നതാണ് അവളുടെ രീതി. ഒന്നിനും പ്രതികരിക്കാതെ, ഒരാളുടെ കുറ്റവും പറയാതെ, എല്ലാം ഏറ്റുവാങ്ങി ഒരു പരാതി പറയാതെ നടന്നവളിന്ന് ഈ ഭൂമി വിട്ടു പോയിട്ടും അവളുടെ മേൽ മറ്റുള്ളവർക്കുള്ള പരാതികൾ തീരുന്നില്ല, കുറ്റപ്പെടുത്തലുകൾ കുറയുന്നില്ല. ആ ചിന്തയിൽ പോലും പൊട്ടി അവനുള്ളിൽ നിന്നൊരു തേങ്ങൽ എത്ര അടക്കി വെച്ചിട്ടും ഉള്ളിൽ നിൽക്കാതെ. എൻ്റെ കൊച്ചിൻ്റെ തള്ളയെ കണ്ണും കലാശവും കാട്ടി മയക്കെടുത്ത് കൊന്നതും പോരാഞ്ഞിട്ട് ആരെ കാണിക്കാനാടാ നീ ഈ കരയുന്നത്? എന്തിനാ കരയുന്നത്? ഇനി കൂടെ കിടക്കാൻ അവളില്ലെന്നോർത്താണോടാ നായേ നിന്റെ കരച്ചിൽ? ദീപയ്ക്കരികെ കരഞ്ഞു നിൽക്കുന്ന നവാസിൻ്റെ മുഖത്ത് കൈ വീശിയടിച്ചാണ് വിനോദിൻ്റെ ചോദ്യം. ആക്സിഡൻറ്റിൽ നെറ്റിയിലും തലയ്ക്കും മുറിവ് പറ്റിയ നവാസിൻ്റെ തലയിലൂടെ ഒരു വേദന പാഞ്ഞിറങ്ങി. വിനോദിൻ്റെ ആ അടിയിൽ ഇറങ്ങിപ്പോടാ നായ എൻ്റെ വീട്ടിൽ നിന്ന്, നിന്നേക്കാൾ എത്ര മൂത്തവളായിരുന്നടാ അവള്. അവളെ എൻ്റെ അടുത്തുനിന്ന് പറിച്ചെടുത്ത് രാത്രിയും പകലും ഇല്ലാതെ കൊണ്ടു നടന്നും കൂടെ കിടന്ന് മടുത്തപ്പോൾ അവൻ കൊന്നു. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് മോങ്ങിയ നാടും നാട്ടുകാരും കൂടെ നിൽക്കുമെന്ന് കരുതിയാണെങ്കിൽ നിനക്ക് തെറ്റിയിടാ. ഇവർക്കൊക്കെ മനസ്സിലായി നീ ആരാണെന്ന്. ഇറങ്ങിപ്പോടാ എൻ്റെ വളപ്പീന്ന്. വേദനയിൽ പുളഞ്ഞു നിൽക്കുന്ന നവാസിനെ ദീപയുടെ മൃതദേഹത്തിനരികിൽ നിന്ന് തള്ളിമാറ്റി വിനോദ് ആക്രോശിച്ചതും ഒരു കൈ അവൻ്റെ മുഖത്ത് ശക്തമായി പതിഞ്ഞു. അടികൊണ്ട് വിനോദ് കവളിൽ കൈവച്ച് മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കിയതും ഞെട്ടിപ്പോയി. അമ്മ, അവൻ പിറുപിറുത്തു. വിനോദിൻ്റെ അമ്മ ദേവകിയുടെ മുഖത്ത് ഇനിയും അടങ്ങാത്ത കലി കണ്ടതും എല്ലാവരുടെയും നോട്ടം അവരിലേക്കായി. അവരുടെ കൈക്കുള്ളിൽ ഒതുങ്ങി വിനോദിൻ്റെ മകൾ അശ്വതിയുണ്ട്. മോനെ, ഒരു നിലവിളിയോടെ നവാസിനരികിലേക്ക് ചെന്നവനെ കെട്ടിപ്പിടിച്ചവർ ആർത്ത് കരഞ്ഞതും നവാസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവകി അമ്മയെയും അശ്വതിയെയും തന്നിലേക്ക് അണച്ചു പിടിച്ചു. ആ കാഴ്ച കണ്ടതും അവർക്കരികിലേക്ക് പാഞ്ഞെത്തി വിനോദ്. അമ്മേ! അവൻ്റെ ആ വിളിയിൽ നവാസിൽ നിന്ന് നടന്നു മാറി ദേവകിയമ്മ. നവാസ് അല്ല നീയാണ് ഇവിടുന്ന് ഈ നിമിഷം ഇറങ്ങേണ്ടത്. സ്വന്തം രക്തത്തെപ്പോലും കാമക്കണ്ണിലൂടെ നോക്കിയ നീ ഇനി ഇവിടെ വേണ്ട വിനോദേ. മരണവീടിൻ്റെ നിശബ്ദതയിൽ ദേവകിയമ്മയുടെ ഉറച്ച ശബ്ദം ഉയർന്നതും വിളറി വെളുത്തു പോയവൻ. അമ്മ എന്താണമ്മ ഈ ചെയ്യുന്നതും പറയുന്നതും? വിനോദിൻ്റെ സഹോദരി ദേവകി അമ്മയ്ക്കരികിൽ വന്ന് ശബ്ദം ഉയർത്തിയതും ഒരിക്കൽ കൂടി ഉയർന്നു താഴ്ന്നു അവരുടെ കൈകൾ. ഇത്തവണ അടിയേറ്റ് പുളഞ്ഞത് വിലാസിനിയാണ്. കൂടപ്പിറപ്പിൻ്റെ കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിന്ന നീയും ഇറങ്ങണം ഇവനൊപ്പം ഇവിടെ നിന്ന്. ഇനി ഒരിക്കൽ കൂടി നിങ്ങളുടെ കാൽ ഈ മണ്ണിൽ കുത്തിയാൽ അരിഞ്ഞിടും ഞാനത്. അവരുടെ ശബ്ദം അവിടെ ഉയർന്നതും കാര്യമറിയാതെ അവരെ പകച്ചു നോക്കി നാട്ടുകാർ. നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടിയാ ഞാൻ പറയുക. ഈ മരിച്ചു കിടക്കുന്നവളില്ലേ എൻ്റെ മകൻ്റെ ഭാര്യയായി
ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറി വന്നവളാണ്. ഒരു സാധു പെണ്ണ്. എൻ്റെ മകന് പക്ഷേ അവളൊരു ശരീരം മാത്രമായിരുന്നു. അവൻ ഉപയോഗിക്കുന്ന അനേക ശരീരങ്ങളിലൊന്ന്. ഞാനതൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. ശരിക്കും പറഞ്ഞാ ദാ ഈ നിൽക്കുന്ന ഇവൻ്റെ മകളുടെ മേൽ ഇവൻ കുടിച്ചു ബോധമില്ലാതെ കൈവെക്കാൻ തുടങ്ങിയ അന്ന്. നവാസിനരികെ നിൽക്കുന്ന അശ്വതിയെ ചൂണ്ടിക്കാട്ടി ദേവകിയമ്മ പറഞ്ഞു. അത് കേട്ട് നാട്ടുകാർ പകച്ചു. അവരുടെ കണ്ണുകൾ വിനോദിലേക്കെത്തി. അന്ന് എൻ്റെ കുഞ്ഞിനെ അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് ഇവനാണ്, ഈ നവാസ്. അന്നു മുതൽ ഇന്നോളം അവനുണ്ടായിരുന്നു ഇവർക്ക് ഒരു കാവലായി. കൂടപ്പിറപ്പായി മാത്രമേ അവൻ അവളെ എന്നും കണ്ടിട്ടുള്ളൂ. എനിക്കറിയാമത്. എന്നോളം ആർക്കും അറിയില്ല അത്. ഇവനുണ്ടാവും അവളുടെ മകൾക്ക് കാവലായ എന്ന ചിന്തയിലാവും ഈ കിടത്തയിൽ പോലും അവളിലൊരു ചിരിയുള്ളത്. എൻ്റെ മകനെ അവൾ അകറ്റി നിർത്തിയത് സ്വന്തം രക്തത്തെ പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത അവൻ്റെ സ്വഭാവം കാരണമാണ്. ഞാനിതെല്ലാം ഇപ്പോഴിവിടെ തുറന്നു പറയാൻ കാരണവും അതുതന്നെയാണ്. പ്രായമായെനിക്ക് ഈ കുഞ്ഞിന് സംരക്ഷണം ഒരുക്കാൻ. എനിക്ക് കഴിയാതെ വന്നാൽ രക്ഷയ്ക്ക് നിങ്ങളുണ്ടാവണം എന്നും. കാവലായിട്ടും കരുതലായിട്ടും നവാസ് ഉണ്ടാവും. അവനെ ദുഷിച്ചൊരു നോട്ടം പോലും നോക്കരുത് നിങ്ങൾ. അങ്ങനെ വന്നാൽ മരിച്ചു ചെന്നിടത്ത് പോലും എൻ്റെ കുഞ്ഞിന് സമാധാനം കിട്ടില്ല. ദേവകിയമ്മയുടെ തുറന്നു പറച്ചിലിൽ പതറി നിൽക്കുന്ന വിനോദിന് മുന്നിലേക്ക് കയറി നിന്നു നവാസ്. വിനോദേട്ടാ, ഉപ്പയും ഉമ്മയും കൂടപ്പിറപ്പുകളും എല്ലാം ഉണ്ടെനിക്ക്. അവരുടെ സ്നേഹവും കരുതലും കിട്ടാറുമുണ്ട്. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ എന്നെ സ്നേഹിച്ച, ഞാൻ സ്നേഹിച്ചവരാണ് ദേ മരിച്ചെൻ്റെ മുന്നിൽ കിടക്കുന്ന ഇവർ. എൻ്റെ മനസ്സിലെ ഇവരുടെ സ്ഥാനം എന്താണെന്ന് ഇന്നും എനിക്കറിയില്ല. അതൊരിക്കലും ഒരു ഭാര്യയുടേതോ കാമുകിയുടേതോ അല്ല. സ്ഥാനം കൽപ്പിക്കാൻ പറ്റാത്ത ചിലരുണ്ടാവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അങ്ങനെ ഒന്നാണിതും. പറഞ്ഞു തീർക്കുന്ന ഓരോ വാക്കിനും വിതുമ്പുന്ന നവാസിനെ കണ്ടവർ തിരിച്ചറിയുന്നുണ്ടായിരുന്നു അവൻ്റെ ഓരോ വാക്കുകളിലെയും സത്യം. സത്യമറിയാതെ എത്രയോ വട്ടം ദീപയെയും നവാസിനെയും കുറ്റം പറഞ്ഞ് രസിച്ചിരുന്നവരുടെ കണ്ണുകളിൽ നിന്നെല്ലാം കുറ്റബോധത്തിൻ്റെ കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീണ് ചിതറുമ്പോൾ വിനോദ് നാട്ടുകാരെ നേരിടാനാവാതെ വീടിൻ്റെ പടിയിറങ്ങി എന്നേക്കുമായി. എല്ലാം കണ്ട് സന്തോഷിച്ചൊരു ഒളിമങ്ങാത്ത ചിരിയോടെ ദീപ ആ പന്തലിൽ നിശ്ചലമായി അന്നേരവും കിടന്നു. തൻ്റെ മരണത്തിനപ്പുറം തനിക്കായി വേവുന്ന ഓരോ ഹൃദയവും അറിഞ്ഞെന്ന പോലെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.